റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കായംകുളത്ത് INL LDFന്റെ കാലുവാരി എന്ന ആരോപണം. INL സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിസാർ പൂന്തുറയുടെ ശബ്ദ സന്ദേശം പുറത്ത്. 6 സീറ്റിൽ CPM-നെ പരാജയപ്പെടുത്തിയെന്നും 2 സീറ്റിൽ സ്വതന്ത്രരെ വിജയിപ്പിച്ചുവെന്നും നിസാർ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. 26-ാം വാർഡിൽ 280 കുടുംബ വോട്ട് ഉൾപ്പെടെ മറിച്ചുവെന്നും കളിച്ചാൽ കളി പഠിപ്പിക്കണമെന്നും നിസാർ പൂന്തുറയുടെ ശബ്ദ സന്ദേശത്തിൽ. നമ്മൾ നിർത്തി നമ്മളെ പിന്തുണച്ച സ്വതന്ത്രന്മാരാണ് ഇവിടെ ജയിച്ചത്. CPM-ന്റെ ഈറ്റില്ല. അവിടെ ഹിന്ദുക്കളും ഒന്നുമില്ല, മൊത്തം മുസ്ലിം. 10-20 ഹിന്ദു വോട്ടേ ഉള്ളൂ, 20 വോട്ട്. അവിടാണ് 3 വാർഡ് നമ്മൾ തോപ്പിച്ച്. കഴിഞ്ഞ തവണ ഒരു 18 സീറ്റും ബാക്കി സ്വതന്ത്രന്മാരെയും വെച്ച് മത്സരിപ്പിച്ച് നമുക്ക് ഏതാണ്ട് ഒരു 6 സീറ്റോളം അവരെ തോപ്പിക്കാനും പറ്റി, 2 സ്വതന്ത്രന്മാരെ ജയിപ്പിക്കാനും പറ്റി. അപ്പോൾ നമ്മളൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കളിച്ചാൽ കളി പഠിപ്പിച്ചു കൊടുക്കണം അവന്മാരെ. ഞാൻ എപ്പോഴും പറയുന്നത് അതല്ലേ, പണിയണം, പണിഞ്ഞു. അതവർ മനസ്സിലാക്കിയല്ലോ. അതുകൊണ്ടാണല്ലോ കുത്തൊഴുക്കല്ലായിരുന്നു നമ്മുടെ വീട്ടിൽ. CPM-ന്റെ നേതാക്കൾ ഓട്ടം പറ്റി പോയി ക്ഷമിക്കണം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, മറ്റേത് തരാം, മറിച്ചത് തരാം. 5 സ്വതന്ത്രന്മാർക്ക് പിന്തുണ കൊടുത്ത് 5 പേരും ജയിച്ചു. UDF അധികാരം കൊണ്ട് ഇവന്മാർ എടാ, ഞാൻ 2015 LDF-ന്റെ ഭാഗമായി. അപ്പം കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സന്തോഷത്തോടെ നിർത്തി കിട്ടി. ഇപ്രാവശ്യം ഞാൻ അവരെ മുഖത്ത് നോക്കി നിങ്ങളുടെ ഭരണം പോകും. അതുപോലെ തൂത്തുവാരി തോറ്റി. നാടൻ കെട്ട തൊഴിൽ 14 സീറ്റാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ തവണത്തേലൊക്കെ. ശരത് SS ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ശരത്, ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശമാണല്ലോ ഇത്. CPM-നെ കാലുവാരി തോൽപ്പിച്ചു 3 വാർഡുകളിൽ എന്നാണ് പറയുന്നത്. ഈ ശബ്ദ സന്ദേശം ഈ INL സംസ്ഥാന വൈസ് പ്രസിഡന്റിന്റേതാണെന്ന് ഉറപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അതൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് എന്ന നിലയ്ക്കല്ലേ പോകുക? വിനീത, അതായത് ആലപ്പുഴയിൽ പ്രധാനമായും LDF-ന് നഷ്ടപ്പെട്ടത് 2 നഗരസഭകളാണ്. ഒന്ന് കായംകുളവും ഒന്ന് ആലപ്പുഴ നഗരസഭയും. ഇതിൽ കായംകുളത്ത് INL കാലുവാരി എന്നുള്ളതാണ് ഇപ്പോൾ INL-ന്റെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ നിസാർ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തോട് നമ്മൾ ഇക്കാര്യം അന്വേഷിച്ചിരുന്നു. ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം പ്രചരിക്കുന്നുണ്ടല്ലോ എന്ന കാര്യം. അദ്ദേഹം പറഞ്ഞ താനൊരു വ്യക്തി സുഹൃത്തിനയച്ച ശബ്ദമാണ് ഇത് എന്ന രീതിയിൽ അദ്ദേഹം തന്നെ ഇത് കൃത്യമായി അദ്ദേഹത്തിന്റെ ശബ്ദമാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ 6 വാർഡുകളിൽ, കായംകുളം നഗരസഭയിൽ 6 വാർഡുകളിൽ INL കാലുവാരി എന്നുള്ളതാണ് ഈ ശബ്ദ സന്ദേശത്തിൽ നിസാർ പറയുന്നത്. അതായത് 2 വാർഡിൽ സ്വതന്ത്രരെ വിജയിപ്പിക്കുകയും 4 വാർഡിൽ UDF-നെ വിജയിപ്പിക്കുക, അങ്ങനെ CPIM-ന് 6 വാർഡിൽ തിരിച്ചടി ഉണ്ടാക്കിയെന്നുള്ളതാണ് INL നേതാവായ നിസാർ പറയുന്നത്. ഇത്തരത്തിൽ INL-നെ അവഗണിച്ചതാണ് ഇത്തരത്തിലൊരു എതിർപ്പിന് കാരണമായി അദ്ദേഹം പറയുന്നത്. INL-നെ പിണക്കിയത് നാശമായെന്ന് CPM തന്നെ വിലയിരുത്തിയെന്ന് അദ്ദേഹം ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്. കളിച്ചാൽ കളി പഠിപ്പിക്കണമെന്നും അദ്ദേഹം ഈ ഓഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ CPM-നോടുള്ള എതിർപ്പ് മൂലം ഇത്തരത്തിൽ കായംകുളത്തെ നഗരസഭയിൽ 6 വാർഡുകളിൽ എന്തായാലും INL കാലുവാരി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതായത് INL-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെയാണ് ഇത്തരത്തിലൊരു ഓഡിയോ പുറത്തേക്ക് സുഹൃത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് വ്യക്തമാക്കുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ സ്വാഭാവികമായും ഇതിലൊരു കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. സംസ്ഥാന തലത്തിലുള്ള അറിവില്ലാതെ ഒരു വൈസ് പ്രസിഡന്റ് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമോ എന്നതാണ് ചോദ്യം. നേതൃത്വത്തിലുള്ള ഒരാളാണ് ഇത്തരത്തിലൊരു ശബ്ദം പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു സംസ്ഥാനത്തിന്റെ എതിർപ്പ് തന്നെ ഇതിലുണ്ടോ എന്നടക്കം സംശയിക്കേണ്ടിയിരിക്കും. എന്തായാലും കായംകുളത്ത് CPIM-നോട് വലിയ എതിർപ്പ് INL-നുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ INL അവിടെ വോട്ട് മറിച്ചത് എന്നടക്കം വ്യക്തമായി പറയുന്നുണ്ട്. ഈ പറയുന്ന നിസാർ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായ 250 പേരുടെ വോട്ട് കായംകുളം നഗരസഭയിൽ 26-ാം വാർഡിൽ നിന്ന് മറിച്ചു എന്നടക്കം ഇത് ഈ ഓഡിയോയിലുണ്ട്. ഇതിനു പുറമെ മറ്റൊരു വാർഡിൽ സ്വതന്ത്രനെ വിജയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ 2 വാർഡിൽ സ്വതന്ത്രരും 4 വാർഡിൽ UDF-നെയും വിജയിപ്പിച്ചു. അങ്ങനെ 6 CPM അല്ലെങ്കിൽ LDF-ന് തിരിച്ചടിയായി എന്നുള്ളതാണ്. ഇത്തവണ കായംകുളത്തെ അവകാശവാദം ഏതായാലും ഇത് കൃത്യമാണോ എന്നറിയണം. INL-ന്റെ ഇടപെടലിലൂടെയാണോ 6 വാർഡുകളിൽ ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത് CPM-ന് തിരിച്ചടി എന്നുകൂടി അറിയേണ്ടതുണ്ട്. ശരത്താണ് വിവരങ്ങൾ നൽകിയത്.